ഹലോ വെൽക്കം ബാക്ക് ടു ഐറൂസ് വേൾഡ്. എന്താണ് ഉണ്ടാക്കുന്നതെന്നല്ലേ ഞാൻ പറയില്ല കേട്ടോ. അപ്പം ഞാൻ എന്തായാലും സവാള അരിയുന്നുണ്ട്. സവാള, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതക്കുകയാണ് കേട്ടോ. ചതച്ചതിന് പേസ്റ്റ് ആക്കാൻ വിചാരിച്ചു. ചൂടായ ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തോ കറി ഉണ്ടാക്കുകയാണെന്ന്. അല്ല കേട്ടോ. പിന്നെ ഞാൻ പറയാൻ മറന്നു, നമ്മൾ ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി അടച്ചു കൊടുക്കാം കേട്ടോ. അതൊന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കിതായി ഈ മുട്ട ഒന്ന് പൊളിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മുട്ട പൊളിച്ചെടുത്ത് വെച്ചപ്പോഴത്തേക്ക് എൻ്റെ ഒരു മുട്ട കാണാനില്ല. ഒരു കള്ളിപ്പൂച്ച വന്ന് കട്ടുകൊണ്ട് പോയി. ഇനി അവിടെ ഇരുന്ന് കഴിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ദേ നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കറി മസാല, അത് ഞാൻ പിന്നെ പെരിഞ്ചീരകം ഞാൻ അല്ലാണ്ടും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതാ ഫൈനലി നമ്മുടെ ചാപ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ മുട്ട ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി ആ ചാപ്സിലേക്ക് ഇതുപോലെ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി ഞാനൊരു സമൂസ ഷീറ്റ് എടുത്ത് മടക്കുകയാണ്. ഇങ്ങനെ മടക്കിയിട്ട് ഇതിനകത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മടക്കി തിരിച്ച് മറിച്ച് സമൂസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത്. നമുക്ക് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഞാൻ കുറച്ച് ഷീറ്റുകൾ ഇതെല്ലാ ഫില്ലിങ്സും ഞാൻ നിറയ്ക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമ്മൾ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് ഞാൻ ചായക്ക് കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ കുറേശ്ശെ ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തായാലും നമുക്ക് 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്